നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താച്ചാ ക്ഷീണമുണ്ടോടാ നിനക്ക്? ഏയ്, ക്ഷീണമൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. മനസ്സിൽ നാണക്കേടെന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഏയ് ഇല്ലച്ച. നമ്മള് വഴിനീളം നടന്നു പോകുമ്പോ നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്ന യാചകരുണ്ടല്ലോ, ഇതുവരെ ഞാൻ കരുതിയിരുന്നത് എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി അവർ ഭിക്ഷ യാചിക്കുന്നുവെന്ന്. പക്ഷെ അതല്ല, അവരൊക്കെ ജീവിതത്തിൽ വലിയൊരു ഘട്ടം കഴിഞ്ഞ് തളർന്നു വീണു പോയവരാ. വലിയ മനസ്സിന്റെ ഉടമകളാ. ജീവിതത്തിൽ പുതിയൊരു പാഠം കൂടെ പഠിച്ചു അല്ലേ? അതേച്ചാ, ഞാൻ കുറെ പഠിച്ചു. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ നമ്മുടെ മക്കളായി പിറക്കുക എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ എന്റെയും നിന്റെയും കാര്യത്തിൽ അത് ശരിയല്ല. കഴിഞ്ഞ കുറെ ജന്മങ്ങളായി ഒരുപക്ഷെ നീ എന്റെ ഗുരുനാഥനോ അതുമല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമോ തന്നെ ആയിരിക്കും. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? വെറുതെ ഒരു നിസ്സാര കാര്യത്തിന് എന്നെ ഇത്രയും വലിയവനാക്കേണ്ട കാര്യമില്ല. ചിലപ്പോ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതൊരു നിസ്സാര കാര്യമായിരിക്കും. പക്ഷെ നിന്നെ നന്നായി അറിയാവുന്ന എനിക്ക് ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു ദിവസം പോലും മദ്യം തൊടാതിരിക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചിരുന്ന നീ നന്ദിനിയുടെ അസുഖത്തിന്റെ പേരിൽ അത് ഉപേക്ഷിച്ചു. സിഗരറ്റ് വലിക്കില്ലെന്നും വെച്ചു, ഭിക്ഷ യാചിച്ചു. ഇതൊക്കെ എങ്ങനെയാടാ ഒറ്റവാക്കിൽ ഒതുക്കാൻ പറ്റുക? നന്ദിനിയെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലേ? അതെനിക്ക് മനസ്സിലായി. അവളത് അർഹിക്കുന്നുണ്ട്. അച്ഛാ, ഒരു താലിയിലൂടെ ഞാൻ തടഞ്ഞു നിർത്തിയത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാ, അവളുടെ സ്വപ്നങ്ങളാ. എന്റെ വാശി, എന്റെ ജയം, അതൊക്കെ ഞാൻ കരുതിയിരുന്നുള്ളൂ. അയാൾക്ക് വേണ്ടി ഞാൻ കുറച്ചൊന്നും ചെയ്താൽ പോരച്ച. ഈ ജന്മം മുഴുവൻ കടപ്പെട്ടവരാ നമ്മൾ രണ്ടുപേരും. എന്നെപ്പോലെ ലോകത്തിലെ ഒരു കുഴപ്പക്കാരനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോ അയാളത് ചെയ്തു. സ്നേഹമോ പരിഗണനയോ അതൊന്നും കൊടുക്കാതിരുന്നിട്ടും അത് ഉൾക്കൊണ്ടു. അതിനൊക്കെയുള്ള കടം തീർക്കില്ല ഇത്. അതിലെനിക്കൊരു നാണക്കേടുമില്ല അച്ഛാ. നാളെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുള്ള പേടിയുമില്ല. അയാൾക്ക് സുഖമായല്ലോ. ജീവിതത്തില് എന്തോ നേടിയെന്നൊരു തോന്നല് എനിക്ക് പൊണ്ടച്ച. നല്ലത്. ഇന്നും നിങ്ങൾ ഒരുമിച്ചുണ്ടാവണം. നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ ജീവിതം തന്നെയാണ് നിങ്ങൾക്കുള്ള മറുപടി. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു മൈ സൺ. എഴുന്നേറ്റോ? നോക്കട്ടെ. ആ, എല്ലാം കരിഞ്ഞു. നാളെ കുളിക്കാൻ പറ്റും. ശരിക്കും മരണത്തിൽ നിന്നുള്ള പുനർജന്മം അല്ലേ? അങ്ങനെ ചോദിച്ചാ ആണ്. ദാ, ഇത് കുടിക്കേ.
ഏട്ടൻ കുറച്ചു മുമ്പ് വന്ന് നോക്കിയിട്ട് പോയതേ ഉള്ളൂ. സാറ് ദൂരെ എവിടെയെങ്കിലും പോയതാണോ? ഇല്ല, കുറച്ചു മുൻപ് യതി സാറുമായിട്ട് പുറത്തുനിന്ന് സംസാരിക്കുന്നത് കണ്ടു. ഒന്ന് പോയി വിളിച്ചോണ്ട് വരുമോ? എന്താടി, പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഏട്ടനോട്? ഒന്നുമില്ല. ഭേദമില്ലേ? സാറിനോട് ഇത് പറയണ്ടേ? എന്റെ മോളെ, ഞാൻ പല പ്രണയങ്ങളും കണ്ടിട്ടുണ്ട്. അതിൽ ചിലപ്പോ ഏതെങ്കിലും ഒരാള് പ്രണയം ഒളിപ്പിച്ചു വെക്കും, മറ്റേയാള് ഒന്നും ഒളിച്ചു വെക്കാതെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതങ്ങനെയാണോ? രണ്ടെണ്ണത്തിനും മനസ്സിലെ മുട്ടം പ്രേമമാ. പക്ഷെ പുറമേ അത് കാണിക്കില്ല. നീയാണെങ്കി ഗതികേട് കൊണ്ട് ഭാര്യയെന്ന് പറയും, ഏട്ടനാണെങ്കി സംരക്ഷിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയും. ഇതിനിടയ്ക്ക് എപ്പോഴാ നിങ്ങൾ സ്നേഹിക്കുന്നേ? കാന്തം പിടിച്ച പോലെ രണ്ടും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റാനൊന്നും പറ്റില്ല. ഞാൻ എന്തായാലും ഏട്ടനോട് പറഞ്ഞിട്ട് വരാം. അച്ഛാ, 2 ദിവസം കഴിഞ്ഞ് എല്ലാം ശരിയാവെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും മാറ്റമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു മാറ്റമില്ലെന്ന്? 2 ദിവസം മുമ്പ് കണ്ട നന്ദിനിയാണോ ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത്? അവൾ എഴുന്നേറ്റിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു. പിന്നെ ദേഹത്തെ പോളങ്ങളൊന്നും ഉണങ്ങണം, കുളിക്കണം, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? അല്ല, എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റുകൾ? എന്താടാ ഇത്? എന്തിനാ നിനക്ക് ഇത്ര ടെൻഷൻ? അതൊന്നുമല്ല അച്ഛാ, അയാൾക്ക് ഈ അസുഖം കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. അയാള് പഴയതുപോലെ പെർഫെക്റ്റ് ആയിരിക്കണം, എനിക്കത്രയേ ഉള്ളൂ. നീ പറയുന്ന ഓരോ വാക്കിലും നിന്റെ സ്നേഹത്തിന്റെ അളവ് എനിക്ക് കാണാം. നല്ലതാണ് മോനെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം സ്നേഹിക്കാനുള്ള കഴിവ്. സർ, നന്ദിനിയുടെ ദേഹത്തെ പോളങ്ങളൊക്കെ കരിഞ്ഞു. കേട്ടില്ലേ? നിന്റെ ടെൻഷനൊക്കെ ഇപ്പൊ മാറിയോ? അല്ല, നാളെ നന്ദിനിക്ക് കുളിക്കാലോ അല്ലേ? കുളിക്കാം. സത്യമാണോ? നാളെ കുളിക്കാൻ പറ്റുമോ? പറ്റും. കണ്ടില്ലേ അവന്റെ സന്തോഷം? എന്റെ മോനെ ഇങ്ങനെ കാണാൻ വേണ്ടി ഞാൻ എത്ര നേർച്ച നേർന്നിട്ടുണ്ടെന്നറിയോ? പക്ഷെ ദൈവം അവളുടെ രൂപത്തിൽ വരേണ്ടി വന്നു. നന്ദിനിയുടെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാ. ഏട്ടനെ കാത്തിരിക്കാം അവള്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ.